നല്ല പൂ പോലെ സോഫ്റ്റായ പാലപ്പത്തിൻ്റെ കൂടെ ഈ രുചികരമായ ഞണ്ടുകറി കൂട്ടി കഴിച്ച് നോക്കിയാൽ എങ്ങനെയിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. അപ്പോൾ പാലപ്പത്തിന് വേണ്ടി സാധാരണ അരിയാണ്, സാധാരണ പച്ചരി റേഷൻ കടയിൽ കിട്ടുന്നത്. ഇത് വാഷ് ചെയ്തിട്ട് 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. 1/4 കപ്പ് ചോറെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങയും. നമ്മളിതിൽ ഈസ്റ്റും സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ വെള്ളമാണ്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളം. അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ടാണ് അരച്ചിട്ടുള്ളത്. വേറെ വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട. ആ അരി എത്രയുണ്ട് ആ ഒരു അളവിന് മാത്രം വെള്ളം ഒഴിക്കണം. ഇതിനി 8 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ രാത്രിയായിരുന്നു വച്ചിരുന്നത്, രാവിലെ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നോക്കിക്ക്, നല്ല ജാളിയായിട്ടിരിക്കുന്നത്. ഇനി ഇതിലൊരല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഞാനിത് രണ്ടിൻ്റെയും അളവ് പറയുന്നില്ല, വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. കൂടുതലിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അപ്പക്കാരയിലാണ് കുറച്ചുണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ, ഇങ്ങനെ കുഞ്ഞു അപ്പം കാണാനും കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞായിട്ട് ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും. ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഇത് അപ്പം ആയി കിട്ടും. 2 മിനിറ്റ് പോലും വേണ്ട. നല്ല കട്ടിയുള്ള പാത്രമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് അപ്പം എടുക്കാൻ സാധിക്കും. ഇപ്പം നോക്കിക്കേ, നല്ല മിനി അപ്പം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുമ്പള പോലെ ഇരിപ്പുണ്ട്. ഇതിനി ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഇളക്കിയെടുക്കാൻ നമുക്ക് കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പാത്രം നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ശ്രദ്ധിച്ച് എടുക്കണം. വീട്ടിലൊക്കെ സാധാരണ ചെയ്യുകയാണെങ്കിൽ കത്തി കൊണ്ടൊന്ന് കുത്തിയെടുത്താൽ മതി. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഒന്ന് ഭംഗിയായിട്ട് എടുക്കാമെന്ന് വെച്ചാണ്. അല്ലെങ്കിൽ കത്തി കൊണ്ടിങ്ങനെ കുത്തിയെടുത്താൽ പെട്ടെന്ന് ഇളകി വരും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും, ഇത് വലിയ പാടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, എന്ത് എളുപ്പമാണെന്ന് കണ്ടില്ലേ. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യത്തെ 8-10 അപ്പം റെഡിയാകും. അപ്പോൾ ഇനി അടുത്ത ടേൺ എന്നാണ് അപ്പം ഉണ്ടാക്കുന്നത്, ആ സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് സാധാരണ അപ്പം ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഈസ്റ്റോ സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ വെറും തേങ്ങ വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്തത്. ചിലർ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വച്ചിരുന്ന് അത് ഒന്ന് പുളിച്ച ശേഷമാണ് ഇതിലൊഴിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അപ്പത്തിൻ്റെ മാവ് ഭയങ്കര പുളിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളം തന്നെ ഒഴിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് അരച്ച് വെച്ച് നോക്കിക്ക്. രാവിലെ ആകുമ്പോൾ നല്ലതുപോലെ അത് പതഞ്ഞ് പൊങ്ങിയിരിക്കും. അതുപോലെ ചോറിൻ്റെ അളവും കൂടാൻ പാടില്ല. ഒരു കയ്യിൽ പിടി അത്രയും ചോറ് മാത്രം 1 കപ്പ് അരിക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങ കുറച്ച് കൂടിയാലും സാരമില്ല. ഉപ്പും പഞ്ചസാരയും രാവിലെ ചേർത്താൽ മതി. അരി അരയ്ക്കാൻ സമയത്താണ് ശ്രദ്ധിക്കുന്നത് ചോറില്ലാന്ന്. ചോറില്ലെങ്കിൽ എന്ത് ചെയ്യും, അവലുണ്ടെങ്കിൽ ഒരല്പം അവൽ കുതിർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതി. ഇതിനുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ് ക്രാബ് കറി. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും ക്രാബ് കറിയും. ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.